എല്ലാവർക്കും മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഭൂമി ആരോ കൊല്ലാൻ വരുന്നത് കണ്ട് പേടിച്ച് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേൽക്കുകയാണ് അച്യുതൻ. അതിനുശേഷം വേഗം തന്നെ വെപ്രാളത്തോടു കൂടി ഭൂമിയുടെ മുറിയിൽ ചെന്ന് അവൾക്ക് എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടോ എന്ന് അച്യുതൻ നോക്കുന്നു. ഭൂമി സുഖമായി ഉറങ്ങുന്നത് കണ്ട് മടങ്ങിയെത്തുന്നു. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ അച്യുതനും ഭൂമിയും കൂടെ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ്. ഭൂമി അമ്മയോടെ ചോദിക്കുന്നുണ്ട്, ഞാൻ അച്ഛനുമൊത്ത് ഇങ്ങനെ കറങ്ങി നടക്കുന്നതിൽ അമ്മയ്ക്ക് എന്തെങ്കിലും അസൂയുണ്ടോ? അതുകൊണ്ട് തന്നെ അസൂയ മൂത്ത് ഞാൻ കുളത്തിൽ ചാടായിരിക്കുക. പിന്നെ ആളുകളെയൊക്കെ കൂട്ടി ആഘോഷമായി പോയി ആ കാര്യം നടത്തണമെന്നാണ് ഭൂമി പറയുന്നത്. അതിനുശേഷം വർക്ക്ഷോപ്പിൽ നിന്ന് ഭൂമിക്ക് ഒരു കോള് വരുന്നുണ്ട്. ഈ കാർ ഇനി റിപ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതിന്റെ ആയുസ് തീർന്നിരിക്കുകയാണ്. ഇത് കേട്ടപാടെ ഭൂമിക്ക് ആകെ ദേഷ്യം വരുന്നു. കാറിന്റെ ആയുസ് തീർന്നു എന്ന് കേട്ടപാടെ സ്വന്തം അച്ഛന്റെ ജീവിതത്തെ പറ്റിയാണ് ഭൂമി ഓർക്കുന്നത്. ഭൂമി അയാളോട് തട്ടിക്കയറുന്നു. അതെന്തെങ്കിലും ആയിക്കോട്ടെ, കാശ് തന്നാ പോരെ, നിങ്ങളത് വേണ്ട രീതിയിൽ റിപ്പയർ ചെയ്യാനായിട്ട് പറയുന്നു. അവിടെ ഒരു ബഹളം ഉണ്ടായത് കേട്ട് അമ്മ അങ്ങോട്ടേക്ക് വന്ന് എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ ഭൂമി ദേഷ്യത്തോടെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ശേഷം ഭൂമി തന്റെ മുറിയിൽ പോയി അല്പനേരം തനിയിരുന്ന് അച്ഛനെയും കൂട്ടി വീടിന്റെ പുറത്തേക്ക് പോകുന്നു. വീടിന്റെ പുറത്തേക്ക് ഇറങ്ങവെയാണ് നമ്മൾ മറ്റൊരു കാര്യം കാണുന്നത്. കമൽ അവിടെ മറിഞ്ഞിരുന്ന് അവരെ തന്നെ നിരീക്ഷിക്കുകയായിരുന്നു. അച്ഛനും മകളും അങ്ങനെ സ്കൂട്ടിയിൽ കയറി പോകുന്നത് കമൽ മറിഞ്ഞു നിന്ന് കാണുന്നു. സമയം സൗഭാഗ്യപുരത്താകട്ടെ സൗദാമിനി മുത്തശ്ശിയും മറ്റെല്ലാവരും ചേർന്ന് അഞ്ജനയുടെയും അജയുടെയും വിവാഹം നിശ്ചയിക്കുകയാണ്. അഞ്ജനയുടെ സ്ത്രീധനമായി എത്ര പണം വേണമെന്നാണ് മാധവനോട് ചോദിക്കുന്നത്. എന്നാൽ ഇത് കേൾക്കുന്ന സംഗീത മറുപടി പറയുന്നു, എന്താ അമ്മ ഈ പറയുന്നത്? അവള് നമ്മളുടെ മകളല്ലേ, അങ്ങനെയൊക്കെ കണക്ക് പറയേണ്ട ആവശ്യമുണ്ടോ? അതിനുശേഷം മുത്തശ്ശി സത്യദോസിനോടെ പറയുന്നുണ്ട്, നീ വേണം പെൺവീട്ടുകാരോട് ഇരിക്കാനായിട്ട്, കാരണം അവർക്കും ബന്ധുക്കൾ കുറവല്ലേ. ഇതിനുള്ള മറുപടിയായി സത്യദാസ്, എനിക്ക് വിഷമമൊന്നുമില്ലമ്മേ, പക്ഷേ അത് വേണോ? ഇത് കേൾക്കുന്ന മുത്തശ്ശി ഭവാനിയോടെ ചോദിക്കുന്നു, കേട്ടില്ലേ, സത്യന് പ്രശ്നമൊന്നുമില്ല, നിനക്കത് ഇഷ്ടാവൂന്ന് ആലോചിച്ചാ അവൻ വേണ്ടെന്ന് പറയുന്നേ. മുത്തശ്ശി ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. നീ എന്തായാലും അഞ്ജന നിന്റെ സ്വന്തം മകളാണെന്ന് കരുതി അഭിരാമിയുടെ സ്ഥാനത്ത് കണ്ട് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കെ തന്നെ പൂജാരി അങ്ങോട്ടേക്ക് എത്തുന്നു. ഇത് കാണുന്ന മുത്തശ്ശി അവരുടെ രണ്ടുപേരുടെയും ജാതകപൊരുത്തം എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നു. 10ൽ 8 പൊരുത്തമുണ്ടെന്ന് അയാൾ പറയുന്നത് കേൾക്കുന്ന മുത്തശ്ശി, എങ്കിൽ പിന്നെ നമുക്ക് വിവാഹത്തിന്റെ തീയതി കൂടി അങ്ങ് നിശ്ചയിക്കാമെന്ന് അവരോടായി പറയുന്നു. സമയത്ത് തന്നെയാണ് പുറത്തുപോയ അജയ് അങ്ങോട്ടേക്ക് മടങ്ങിയെത്തുന്നത്. അജയ് അവരോടെല്ലാവരോടുമായി ഒരു കാര്യം പറയുന്നു. കഴിഞ്ഞ ദിവസം ഞാനും അഞ്ജനയും തമ്മിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഈ വിവാഹത്തിന് സമ്മതമല്ലെന്നാ എന്നോട് പറഞ്ഞത് അജയ് മുത്തശ്ശിയോട് പറയുന്നു. മുത്തശ്ശി എന്തായാലും അഞ്ജനെ വിളിച്ചൊന്ന് ചോദിച്ചു നോക്കാൻ പറഞ്ഞ് അജയ് അഞ്ജനയെ താഴേക്ക് വിളിപ്പിക്കുന്നു. അഞ്ജന വന്ന പാടെ മുത്തശ്ശിയോടെ പറയുന്നുണ്ട്, അഞ്ജന, നമ്മൾ ഇന്നലെ എടുത്ത തീരുമാനത്തെ പറ്റി നീ മുത്തശ്ശിയോട് പറഞ്ഞില്ലേ? ഞാനത് പറഞ്ഞില്ല, ഇപ്പോൾ തന്നെ പറയാമെന്നാണ് അഞ്ജന പറയുന്നത്. ശേഷം അഞ്ജന എല്ലാവരോടും ഇങ്ങനെ പറയുന്നു, മുത്തശ്ശിയും വീട്ടുകാരും ചേർന്ന് ഈ വിവാഹം നടത്തി തന്നില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാനാ ഞങ്ങളുടെ തീരുമാനം. ഇന്നലെ റെസ്റ്റോറൻറ്റിൽ വെച്ച് ഞങ്ങൾ വിവാഹത്തെ പറ്റി ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. അജയ്ക്ക് ചെറുപ്പം തൊട്ടേ എന്നെ ഇഷ്ടമായിരുന്നു. പണ്ട് ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ എനിക്ക് ലവ് മെസ്സേജസ് അയക്കുമായിരുന്നു. കേൾക്കുന്ന സംഗീത അതിലൊന്നൊരു തെറ്റുമില്ല, അതൊക്കെ സാധാരണയുള്ള കാര്യങ്ങൾ തന്നെയാണെന്നാണ് അഞ്ജനയോട് പറയുന്നത്. അഞ്ജനയുടെ സംഭാഷണം പലതവണ തടയാൻ ശ്രമിക്കുന്ന അജയെ മൈൻഡ് പോലും ചെയ്യാതെ അഞ്ജന പല കാര്യങ്ങളും വീണ്ടും പറയുന്നു. ഹണിമൂൺ വരെ ഞങ്ങൾ ഫിക്സ് ചെയ്തു, അത് കാശ്മീരിലാണെന്ന് പറയുമ്പോൾ അജയ് മുത്തശ്ശിയോട് വീണ്ടും കാര്യങ്ങൾ പറയാൻ ഒരുങ്ങുന്നു. എന്നാൽ അജയെ തടഞ്ഞുകൊണ്ട് മുത്തശ്ശി ജ്യോത്സ്യരോട് മുഹൂർത്തം കുറിക്കാനായിട്ട് ആവശ്യപ്പെടുന്നു. ആകട്ടെ ഒന്നും ചെയ്യാനാവാതെ നിസ്സഹായാവസ്ഥയിൽ എന്താണെന്നറിയാതെ അവിടെ തന്നെ നിൽക്കുന്നു. അഞ്ജനയുടെ പ്ലാനിങ് എങ്ങനെയായിരുന്നുവെന്ന് അപ്പോഴാണ് അജയ് തിരിച്ചറിയുന്നത്. ഭൂമിയാകട്ടെ ഈ സമയം അച്ഛനുമൊത്ത് പുറത്തു പോയ സമയത്ത് തന്നെ കമൽ അവർ രണ്ടുപേരെയും ഫോളോ ചെയ്യുന്നുണ്ട്. അവരറിയാതെ അവിടെ പിന്തുടരുകയായിരുന്നു കമൽ. അങ്ങനെ കമൽ ഭൂമിയും അച്യുതനെയും ഫോളോ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു ഫോൺ കോൾ വരുന്നു. അത് മറ്റാരുടെയും അല്ലായിരുന്നു, ഭവാനിയായിരുന്നു. താനിത് എവിടെയായിടോ, തന്നെ ഏൽപ്പിച്ച കാര്യം എന്തെങ്കിലും ചെയ്തു എന്നാണ് ഭവാനിയുടെ ചോദ്യം. മറുപടിയായി കമൽ, ഞാനിപ്പോ അവരെ രണ്ടുപേരെയും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്റെ കൺമുൻപിൽ തന്നെയുണ്ട് രണ്ടുപേരും. അതായി അത് അഭിരാമി തന്നെയാണെന്ന് താൻ ഉറപ്പിച്ചോ എന്നാണ് ഭവാനിയുടെ അടുത്ത ചോദ്യം. കാര്യങ്ങൾക്ക് ഇന്ന് തന്നെ ഞാനൊരു തീരുമാനമുണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് കമാല കോള് കട്ട് ചെയ്യുന്നു. ശേഷം ഭൂമിയാകട്ടെ അച്ഛനെ കൂട്ടിക്കൊണ്ട് ഓരോ കാഴ്ചകൾ കാണിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. നടന്ന് ക്ഷീണിച്ചതുകൊണ്ട് അവർ രണ്ടുപേരും അല്പസമയം ഇരിക്കുകയാണ്. ഇപ്പോൾ അച്ഛൻ തൻ്റെ ആഗ്രഹങ്ങൾ ഓരോന്നായി മോളോട് പറയുന്നു. എനിക്കിതെൻ്റെ അരങ്ങേറ്റം ഒന്ന് കാണണമെന്നുണ്ട്. ഇത് കേൾക്കുന്ന ഭൂമി, അതിന് ഞാനിപ്പോൾ പഠിച്ചു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, അതിന് ഇനി സമയമെടുക്കില്ലേ? വേറെ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോന്നാണ് ഭൂമിയുടെ അടുത്ത ചോദ്യം. ഒരു വഞ്ചിയിൽ കയറി ഈ കായൽ മുഴുവനൊന്ന് ചുറ്റിക്കറങ്ങി കാണണമെന്ന് അച്യുതൻ. ഇവരുടെ രണ്ടുപേരുടെ സംഭാഷണമെല്ലാം മറിഞ്ഞു നിന്ന് കേൾക്കുകയാണ് കമാൽ. ഇപ്പോഴും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് മറ്റൊരാഗ്രഹം ഉണ്ടെന്ന് ഭൂമി ഇപ്പോൾ പറയുന്നു. ഞാനേ പോയി ഒരു ഐസ്ക്രീം കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഭൂമി പയ്യെ എഴുന്നേറ്റ് പോകുന്നു. ഇതേസമയം കമാലിന്റെ ഉദ്ദേശം മറ്റൊന്നായിരുന്നു. ഭവാനി പറഞ്ഞിട്ടുള്ള അടയാളങ്ങളുള്ള കുട്ടിയാണോ ഭൂമിയെന്ന് കണ്ടെത്തുക. അങ്ങനെ ഐസ്ക്രീം വാങ്ങി മടങ്ങി വരുന്ന ഭൂമിയെ നിലത്ത് തള്ളിയിട്ടപ്പോൾ കമാല ഞെട്ടിക്കുന്ന സത്യം തിരിച്ചറിയുന്നു. ഭവാനി എന്ന് കമാലിനോട് സൂചിപ്പിച്ച കഴുത്തിന് പിന്നിലെ ആ മറുകടയാളം കമാലിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു.
അങ്ങനെ അത് അഭിരാമി തന്നെയാണെന്ന് കമാൽ ഉറപ്പിക്കുന്നു. എന്നാൽ കമാലിനെ പറ്റിയോ തന്റെ പിന്നിൽ നടന്നു വരുന്ന സംഭവങ്ങളെ പറ്റിയോ ഒന്നും ഭൂമിക്ക് യാതൊരു അറിവുമില്ല. പിന്നെ വീണെടുത്ത് നിന്ന് ഐസ്ക്രീമും മറ്റു സാധനങ്ങളും എടുത്ത് ഭൂമി തന്റെ അച്ഛനടുത്തേക്ക് പോകുന്നു. സമയം ചുമച്ച് മൂക്കിൽ നിന്ന് ചോര വരുന്നത് ഭൂമിയുടെ ശ്രദ്ധയിൽപ്പെടാതെ തന്റെ ഹാൻഡ് കർച്ചീഫ് കൊണ്ട് മറയ്ക്കാൻ ശ്രമിക്കുകയാണ് അച്യുതൻ. ഭൂമിയാകട്ടെ താൻ മേടിച്ചുകൊണ്ടുവന്ന ഐസ്ക്രീം അച്യുതനെ കൊടുത്തിട്ട് അച്യുതനെ കുട്ടി ആഗ്രഹപ്രകാരം ആ വഞ്ചിയാത്ര നടത്താനായി അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം ഒരു പാട്ടാണ് നമ്മൾ കാണുന്നത്. അച്ഛന്റെ എല്ലാ ആഗ്രഹങ്ങളും അന്നേ ദിവസം സാധിച്ചു കൊടുക്കുന്നു. ഹോട്ടലിൽ നിന്ന് രാത്രിത്തെ ഭക്ഷണം കഴിച്ചാണ് അവരിരുവരും അന്നേ ദിവസം മടങ്ങുന്നത്. കമൽ ഇപ്പോൾ ഭവാനിയാണ് ഫോൺ വിളിക്കുന്നത്. ഫോൺ എടുത്ത പാടെ ഭവാനിയോട് ചോദിക്കുന്നുണ്ട്, മാഡം എനിക്ക് കുറച്ച് രഹസ്യങ്ങൾ പറയാനുണ്ട്. മാഡത്തിനിപ്പോൾ കേൾക്കാൻ സൗകര്യമുണ്ടോ? ചില കാര്യങ്ങൾ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. മാഡം പറഞ്ഞ കഴുത്തിന് പിന്നിലെ ആ മറുകടയാളം ഞാൻ ഇന്ന് ആ കുട്ടിയിൽ കണ്ടു. അത് അച്ഛൻ്റെ മകളൊന്നുമല്ല, നിങ്ങൾ കൊല്ലാൻ ഏൽപ്പിച്ച അഭിരാമി തന്നെയാണെന്നാണ് എന്റെ സംശയം. ഇത് കേട്ട ഭവാനി, പണ്ട് ആ കുട്ടിയെ തന്നെയാണ് അന്ന് അയാളെ ഞാൻ കൊല്ലാൻ ഏൽപ്പിച്ചത്. അവൻ എന്നെ ചതിച്ചു. രണ്ടുപേരെയും കൊന്നു കളഞ്ഞേക്കാനാണ് കമലിനോട് പറയുന്നത്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിരിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.